പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു ദിനം കൂടെ നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുമ്പോൾ പ്രത്യാശയോടെ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. വീണ്ടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി നമ്മെ നടത്തുന്ന ജീവന്റെ വചനം വായിച്ച് ധ്യാനിച്ച് ധൈര്യമുള്ളവരായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. അതിശക്തമായ ഒരു പ്രവചനദൂത്. ഈ ദിനം നമുക്കത് നമ്മുടേതായിട്ട് ഓരോരുത്തരും അതിനെ ഒന്ന് മുറുകെ പിടിക്കട്ടെ. എന്റെ സൂര്യൻ ഇനി അസ്തമിക്കില്ല. കർത്താവിനെ പറഞ്ഞ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മറ്റെല്ലാ ലൈറ്റുകളും ഓഫാകാം, ഈ സൂര്യനൊക്കെ അസ്തമിക്കാം, എന്നാൽ ഒരിക്കലും മങ്ങാത്ത നീതി സൂര്യനായവൻ അസ്തമിക്കാത്തവനായി, വഴികാട്ടിയായി, വഴിതെറ്റാത്തവനായി നടത്തുന്ന ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകലേൽപ്പിക്കട്ടെ. ധൈര്യത്തോടെ പറയുവാൻ കഴിയട്ടെ. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറവേറ്റിയെടുക്കുവാൻ ശക്തമായി ശ്രമിക്കട്ടെ. തീർച്ചയായും നമ്മുടെ സൂര്യനായവൻ അസ്തമിക്കുകയില്ല. ചന്ദ്രൻ മാഞ്ഞു പോകുകയും മറഞ്ഞു പോകുകയില്ല. എപ്പോഴും പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാത്ത വിധത്തിൽ നമ്മെ നയിക്കത്തക്ക രീതിയിൽ പ്രകാശം പകർന്നു തരുന്ന സൂര്യനും ചന്ദ്രനുമായവൻ. സ്തോത്രം. ആ കർത്താവിന്റെ ശബ്ദം വീണ്ടും മുഴുക, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഈ പകൽക്കാലം പ്രത്യാശയോടത് പറയുവാൻ തയ്യാറാകട്ടെ, ധൈര്യത്തോടത് പറയുവാൻ തയ്യാറാകട്ടെ. ഇതൊക്കെ തീർക്കാൻ കഴിവുള്ള ഒരു ജയാളിയായവൻ, നീതി സൂര്യനായി, നിന്റെ പ്രകാശമായി, എന്റെ നിലാവട്ടമായി അവൻ എന്നോടൊപ്പമുണ്ട്. ധൈര്യപ്പെടാം, പ്രത്യാശയോടെ ആയിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.